അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച അള്ളാഹു നമുക്ക് ഇത് ചെയ്യാനും ഇത് ചെയ്യുന്നത് മൂലം ഇതിന് ഫലം ലഭിക്കാനുമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചെയ്യാനും ഇത് ചെയ്യുന്നത് മൂലം ഇതിന് ഫലം ലഭിക്കാനുമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുദ്ദേശം വെച്ചാണ് അത് ചെയ്യുന്നത്, ആ ഉദ്ദേശത്തിന് അള്ളാഹു അതിനനുകൂലമായ ഖളാ റബ്ബ് വിധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ അമല് പറയാം. ഈ അമല് ചെയ്യേണ്ടത് 7 ദിവസമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ മജ്ലിസ്. അതാരും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് 7 ദിവസം നമുക്ക് എങ്ങനെ അമല് ചെയ്യാം? നല്ല അടിപൊളി അമലാണ്. ഇൻഷാ അല്ലാഹ് 7 ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്യേണ്ടതാണ്. പീരിയഡ്സ് ഉള്ളവർ ചെയ്യേണ്ട, പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ദിവസം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ദിക്റിനെ നിങ്ങൾ 100 തവണ ചൊല്ലുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഈ ദിക്ർ നിങ്ങൾ 100 തവണ ചൊല്ലുക. ഒന്നാമത്തെ ദിവസം ഇങ്ങനെ ചെയ്യുക. ഇനി ഇതിൽ കൂടുതൽ തവണ ചെല്ലുന്നത് നല്ലതാണ് എന്ന് പല ആളുകളും പറയപ്പെടുന്നു. ചുരുങ്ങിയത് നിങ്ങളൊരു 100 തവണയെങ്കിലും ചൊല്ലുക. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 100 തവണ ചൊല്ലുകയും സൂറത്തുൽ ആലി ഇംറാൻ നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുക. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാം. അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 100 തവണ എന്ത് ചെയ്യണം? ഇത് ചൊല്ലുക. ഇതിൽ കൂടുതൽ തവണ ചൊല്ലുന്നതും നല്ലതാണ്. ചുരുങ്ങിയത് 100 തവണ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലയ്യ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചൊല്ലുക. മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതിനെ 100 തവണ ചൊല്ലുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ചില ആളുകൾ ചൊല്ലുന്നതായിരിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതിന് 100 തവണ ചൊല്ലുക. നാലാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് യാ ഗനിയു യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ ദിക്റുകളാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇത്. യാ ഗനിയു യാ അല്ലാഹ് എന്നുള്ള ദിക്റിനെ 100 തവണ ചൊല്ലുകയും അതിനുശേഷം യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്നുള്ള ദിക്റിനെ 100 പ്രാവശ്യം ചൊല്ലുകയും അതിനുശേഷം യാ റസാഖു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ് എന്നുള്ള ദിക്റിനെ 100 തവണ ചൊല്ലുകയും അതിനുശേഷം യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നിങ്ങനെ ഈ 4 അസ്മാഉൽ ഹുസ്നയിലെ ഈ 4 ദിക്ർ, ഈ പേരുകൾ ഓരോന്നും 100 തവണ വീതം മുടങ്ങാതെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ ചൊല്ലുക എന്ന് പറയുമ്പോൾ ഇത് ഓരോ ദിവസം തർത്തീബായി ചെയ്യുക. 4-മത്തെ ദിവസമാണ് ഈ ദിക്റുകൾ ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് 5-മത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യാ ലത്തീഫു യാ അല്ലാഹ്, ഇതും അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വളരെ പവർഫുള്ളായ ഒരു പേരാണ്. യാ ലത്തീഫു യാ അല്ലാഹ് 111 തവണ ചൊല്ലുകയും അതിനുശേഷം യാ വദൂദു യാ അല്ലാഹ്, ഇതും അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു അമല് വേറെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അത് ചെയ്തവർക്ക് വളരെ വലിയ മാറ്റങ്ങളൊക്കെ, അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അള്ളാഹു ഖൈർ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 5-മത്തെ ദിവസം യാ ലത്തീഫു യാ അല്ലാഹ് എന്നുള്ളത് 111 തവണയും യാ വദൂദു യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ 111 തവണയും ചൊല്ലുക. അങ്ങനെ നമ്മൾ 6-മത്തെ ദിവസത്തിലേക്ക് കടന്നു. 6-മത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ ഈ ദിവസം 100 തവണ ചൊല്ലുക. 6-മത്തെ ദിവസം 100 തവണ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്നുള്ള ദിക്റിനെ ചൊല്ലുക.
ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട 7ാമത്തെ ദിവസം അള്ളാഹുവിനോട് നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 7ാമത്തെ ദിവസം 100 തവണ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നിങ്ങനെ 100 തവണ മുടങ്ങാതെ ചൊല്ലുക. ഇൻഷാ അല്ലാ. നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ അമല് ചെയ്യുന്നത്, ആ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു തരും എന്ന് ഉറപ്പാണ്. അത് പൂർത്തീകരിച്ചു തരും എന്ന് ഉറപ്പോടുകൂടി നിങ്ങളിത് ചെയ്യുക. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണോ അത് പടച്ച റബ്ബ് മാറ്റി നമുക്ക് അനുകൂലമാക്കി എഴുതിത്തരും. അതിന് നിങ്ങൾ ഇതിൻ്റെ കൂടെ ദുആ ചെയ്യുകയും വേണം. ദുആ ഏറ്റവും വലിയ മരുന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ. എന്തുദ്ദേശം വെച്ചിട്ടാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ച കാര്യം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആരൊക്കെയാണോ കമൻറ്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ നടത്തി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷകരമായ ഒരു ജീവിതം നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, മക്കളെ സ്വഭാവ മോശം പറഞ്ഞ്, ഭർത്താവിൻ്റെ സ്വഭാവ മോശം പറഞ്ഞ് ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര്, ചെറുപ്പക്കാരികൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ നീ ആഗ്രഹങ്ങൾ നടത്തി കൊടുത്ത് വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങളും സമാധാനത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ വഴി നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ യൂട്യൂബ് ചാനൽ നിരന്തരം കാണുന്ന, നിരന്തരം കമൻറ്റിലൂടെ അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാ. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. ലാലിമീങ്ങളെ ദുലിമിനെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഒരു അമല് ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്ക് നീ അതിന് തക്കതായ പ്രതിഫലം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.